പ്രിൻസിപ്പിൾ അഥവാ അതിന്റെ പ്രമാണം അഥവാ തത്വം. അതിനാധാരമാക്കിയിട്ട് ഒരു വാക്യം വായിക്കാം. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 4:9 വാക്യം. ആരും വായിച്ചാൽ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും അവൻ പറഞ്ഞു. ഇവിടെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. അടുത്ത വാക്യം. അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ പന്തിരുവരുമായി ആ ഉപമകളെ കുറിച്ച് ചോദിച്ചു. അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. ഒരു മിനിറ്റ്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിന്റെ 11ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കാതെ വണ്ണം അവർ കേട്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിപ്പാതിരിപ്പാനും സംഗതി വരും. നമ്മൾ അനേകരോട് സുവിശേഷം പറയുന്നു, അവരെന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല, അവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ദൈവരാജ്യത്തിന്റെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് നമ്മൾ പറ്റിയിരുന്നത്? അവരെ ചെവി ഈ ലോകത്തിന്റെ പ്രഭു അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ പ്രഭു അവരെ എന്ത് ചെയ്തിരിക്കുകയാണ്? അവരെ കണ്ണ് അടച്ചു വെച്ചിരിക്കുകയാണ്, അവരെ ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്. അവർക്ക് കേൾക്കുവാനോ കാണുവാനോ ആയിട്ടുള്ള സാവകാശമില്ല. അതേസമയം നമ്മുടെ ദൈവമോ ദൈവരാജ്യത്തിന്റെ മർമ്മം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് ശിഷ്യന്മാരോടാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ശിഷ്യന്മാര്? കർത്താവിന്റെ വചനം അതുപോലെ പ്രമാണിച്ച് അവന്റെ പിൻപറ്റുന്നവരാണ് ശിഷ്യന്മാര്. നമ്മൾ ആര്? ദൈവ മക്കളും അവന്റെ ശിഷ്യന്മാരും ശിഷ്യകളുമാണ്, ശിഷ്യഗണമാണ്. സ്തോത്രം. നമുക്ക് എന്ത് പറ്റിയിരിക്കുന്നു? നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നു? ദൈവരാജ്യത്തിന്റെ മർമ്മത്തെ മനസ്സിലാക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു, പുറത്തുള്ളവർക്ക് ഉപമകളാൽ ലഭിക്കുന്നു. ഇനി അതിന്റെ 14ാമത്തെ വാക്യം, വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു, വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നു. സ്തോത്രം. ആ 4ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടോ. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പ്രൈസ് ഗോഡ്. അപ്പോ ഒരു വിതയാണ് ഇവിടെ നടക്കുന്നത്. എന്ത് നടക്കുന്നു? വിതയാണ് നടക്കുന്നത്. നമുക്കറിയാം, വിതയ്ക്കാൻ പോകുമ്പോ ഒരു ഭൂമി എങ്ങനെ ഒരുക്കപ്പെടും? ആ ഏത് വിതയ്ക്കുന്നു അതിന് തക്കതായിട്ട് ഭൂമി ഒരുക്കപ്പെടും. ഒരുക്കപ്പെട്ട ഭൂമിയിലേക്ക് എന്താണ് വിതയ്ക്കുന്നത് അതിനെ വിതയ്ക്കുന്നു. നമ്മൾക്ക് സാധാരണ അറിയാവുന്ന നെല്ലോ ഗോതമ്പോ വിതയ്ക്കുന്നതായിട്ടുള്ള അത് അതിന് വേണ്ടതായ പൂട്ടി അതിന്റെ ഒരുക്കി വൃത്തിയാക്കിയതിനു ശേഷം വിതയ്ക്കാൻ പുറപ്പെട്ടു, വിതയ്ക്കുന്നു. വിതച്ചതിന് ശേഷം ചിലത് എന്ത് പറ്റുന്നു? ചിലത് വീഴുന്ന കാര്യം പറയുന്നത്, ചിലത് വഴിയറിയ വീണു. അപ്പം ഇതിന്റെ ചിലത് അത് പറവകൾ വന്ന് തിന്നു കളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു. മണ്ണിന് താഴ്ച ഇല്ലായ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാല ചൂട് തട്ടി വേരില്ലായതുകൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണത് മുളച്ച് വളർന്ന് ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്കിനി ഒന്ന് ചിന്തിക്കാം, എന്താണ് വിതച്ചത്? എന്താണ് വിതച്ചത്? ആരെങ്കിലും ഗോതമ്പ് വിതച്ചിട്ട് നെല്ല് കൊയ്യുമോ? ആരെങ്കിലും പാവല് വിതച്ചിട്ട് വെണ്ട കൊയ്യുന്നില്ല. പടവലം വിതച്ചിട്ട് പാവയ്ക്കായ്ക്ക് വേണ്ടി ആരും കാത്ത് ഇരിക്കുന്നില്ല. ഇല്ല. എന്ത് വിതച്ചോ, ഏതിന്റെ അരി വിതച്ചുവോ അതിന്റെ ഫലം കൊയ്യും. നിലം ഒരിക്കലും പറയുന്നില്ല, ഭൂമി അഥവാ ഒന്നും പറയുന്നില്ല,
ഞാൻ എന്റെ ഈ ഭൂമിയിൽ ഞാൻ ഈ കിടക്കുന്ന ഭൂമിയിൽ നെല്ല് മാത്രമേ വിതയ്ക്കാവൂ പറയുന്നുണ്ടോ? അത് പറയുമ്പോ അഥവാ ഇവിടെ ഗോതമ്പ് മാത്രമേ വിതയ്ക്കാൻ പറ്റുള്ളൂ. എന്ത് വേണേലും വിതയ്ക്കാം. അവിടെ കള വിതയ്ക്കാം, അവിടെ പാവല് നടാം, പയറ് നടാം, ചേന നടാം, നമുക്ക് ഇഷ്ടമുള്ളത് നടാം. അത് അവിടെ നിന്ന് കിളിർത്ത് വരും. അതിൻ്റെതായിട്ടുള്ള ഫലം അത് പോയി. സ്തോത്രം. ഇവിടെ നാം വായിക്കാൻ പോകുന്നത്, ഞാൻ ഈ പറയുന്നത് ജൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ, തത്വം, പ്രമാണം. നമുക്ക് ഇത് പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കും. പ്രമാണമുണ്ട്, തത്വം അല്ലെ പ്രിൻസിപ്പിൾ ഉണ്ട്, തിയറി ഉണ്ട്, ഫോർമുല ഉണ്ട്. ഈ ഫോർമുല, തിയറി, പ്രിൻസിപ്പിൾ ഇത് മൂന്നും കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ, എനിക്കിപ്പോൾ അറിയാൻ നെല്ല് കൊണ്ടുപോയി വിതച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് എഴുതി വെച്ചു. കണ്ടം ഇതേമാതിരി കൂട്ടണം, ഉഴുകണം, അതിന് എല്ലാം അടിച്ചു വാരി നിരത്തണം, ഇതെല്ലാ കാര്യങ്ങളും എടുത്തി എന്നിട്ട് വെള്ളം നിറയ്ക്കണം, അങ്ങനെ എല്ലാം ചെയ്യണം. അതിനുശേഷം വിത്ത് വാങ്ങണം. അത് ഇത്ര ദിവസം കഴിയുന്നുണ്ടെങ്കിൽ അത് കിളിർത്ത് വരും, ഇത്ര ദിവസം കഴിയുന്നുണ്ടെങ്കിൽ അത് ഞാറാകും, ഇത്ര ദിവസം കഴിയുന്നുണ്ടെങ്കിൽ അത് പൂവ് ഉണ്ടാകും, ഇത്ര ദിവസം കഴിയുന്നുണ്ടെങ്കിൽ അതിന് വളം ഇടണം, പിന്നെ മരുന്നടിക്കണം. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാനതെല്ലാം എഴുതി വെച്ചു, അത് വായിക്കാറുണ്ട്. ഇത്ര ദിവസം കഴിയുന്നുണ്ടെങ്കിൽ കതിരാകും, കതിര് കഴിയുന്നുണ്ടെങ്കിൽ അതിനെ കൊയ്യാൻ സാധിക്കും. എനിക്കറിയാം, ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്, ഞാനത് വായിച്ച് പഠിച്ചിട്ടുമുണ്ട്, ഞാനത് വായിച്ച് പഠിച്ചിട്ടുണ്ട്, ഞാനത് എഴുതിയും വെച്ചിട്ടുണ്ട്. എങ്ങനെയാ ഒടുവിൽ അത് കൊയ്ത് മെതിച്ച് കളപ്പുരയിൽ കൂട്ടിവെക്കാം, പിന്നെ അതിനെ കൊണ്ടുവന്നിട്ട് പുഴുങ്ങി അതിൻ്റെ തൊണ്ട് കളഞ്ഞ് അതിനെ അരിയാക്കി അരി വെള്ളത്തിലിട്ട് പുഴുങ്ങി നമുക്ക് ചോറുണ്ടാക്കാം. അങ്ങനെ എനിക്ക് കഴിക്കാൻ സാധിക്കും. ഇതിനെ വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിന് തിയറി അറിയാം. തിയറി അറിഞ്ഞുകൊണ്ട് പേര് പറയുമോ? തിയറി അറിഞ്ഞുകൊണ്ട് വയറ് അറിയത്തില്ല. എനിക്ക് ഫോർമുല ഉണ്ട്. സ്തോത്രം. എനിക്ക് സാധനങ്ങളെല്ലാം ഉണ്ട്, ചെയ്യാനറിയാം, ഫോർമുല എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ നിലവില്ലെങ്കിൽ ഇവിടെ കൊണ്ടിടും. നിലവില്ലെങ്കിൽ എന്താണ് വേണം? ഫോർമുല വേണം, തിയറി വേണം, പ്രിൻസിപ്പിൾ വേണം. ദൈവവചനം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച്, അതിന്റെ ഫോർമുല അനുസരിച്ച്, തിയറി അനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ലഭ്യമാകത്തുള്ളൂ. സ്തോത്രം. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് പറഞ്ഞത്? ഇനി അതിന്റെ മർമ്മങ്ങളെ ശിഷ്യന്മാർ ചോദിച്ചപ്പോ അത് ശിഷ്യന്മാരോട് പറയാണ്, വിതയ്ക്കുന്നവൻ വിതപ്പാൻ, വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. എന്താ വിതച്ചേക്കുന്നത്? ആ വചനം എന്തുവാ എന്ന് പറഞ്ഞേ? എല്ലാം ഞാൻ വചനം വിത്താകുന്നു. അപ്പൊ അത് എവിടെ വിതയ്ക്കുന്നത്? അത് നിലം, ജനങ്ങളുടെ അപ്പൊ എവിടെ വിതയ്ക്കപ്പെടണം? വിത്ത് ഹൃദയമാകുന്ന വയലിൽ വിതയ്ക്കപ്പെടണം. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇത് വചനം വിത്താണെന്നും ഇത് വിതയ്ക്കപ്പെടണമെന്നും. ഇത് വിതയ്ക്കുന്നത് ഹൃദയമാകുന്ന വയലിലാണെന്നും. അത് നമുക്കത് ചിന്തിച്ചു നോക്കാം. ഹൃദയം എവിടെ വയലാകുന്നു? ഹൃദയം എന്ന് പറയുന്നത് ഇങ്ങനെ ബ്ലഡ് ഓടുന്ന അവയവമില്ലയോ? അതില്ല. ഹാർട്ട് എന്ന് പറയുന്നതിനില്ലയോ? അവിടെ ഇവിടെ വിതയ്ക്കുന്നത് അവിടെ വിതയ്ക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇനി ബ്രെയിൻ ആണെന്ന് വിചാരിക്കും, ഇവിടെ വല്ലതും വിതയ്ക്കാൻ പറ്റുമോ? ഈ ഉപകരണം അഥവാ ഈ ആയിരിക്കുന്ന നമ്മുടെ ശരീരത്തിലായിരിക്കുന്ന അവയവങ്ങൾ ഓരോന്നും ഭൂമിയിൽ നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമുക്ക് പ്രവർത്തിക്കാനുള്ളത് നാച്ചുറൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. അപ്പൊ എവിടെയാണ് ഹൃദയം ഇരിക്കുന്നത്? എവിടെയാ ഹൃദയം? ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഹൃദയം എവിടെയാ ഇരിക്കുന്നത്? സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. അനന്തരം ദൈവം നാം നമ്മുടെ
സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിലും ഭൂമിയിൽ വിളയുന്ന എല്ലാ ഇഴജാതിന്മേലും തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അവരെ എങ്ങനെ സൃഷ്ടിച്ചു? ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. അമ്മ അവിടെ 26-ാമത്തെ വാക്യത്തിൽ തന്നെ അവന് നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതികളിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന ഇടയാദികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ നമുക്ക് ആരുടെ പേരും വാഴാനുള്ള അധികാരമുണ്ട്? ഇടയാദികളിന്മേലും വാഴ അവകാശം ഉണ്ട്. അവനെ കാണാൻ നമുക്കെല്ലാം പേടിയാ. ഇടയാദികളിന്മേലും വാഴുവാൻ അധികാരം ഇപ്പൊ എന്താ വാഴാൻ പറ്റാതെ? ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളാണ്, അതിന്റെ പ്രമാണമാണ്, അതിന്റെ തത്വമാണ്. വളരെ ശ്രദ്ധയോടെയായിരിക്കണം. നമുക്കിപ്പോ എന്താ വാഴാൻ പറ്റാതെ? ഭൂമിയിൽ മനുഷ്യൻ എന്തുകൊണ്ട് ആകാശത്തുള്ള പർവ്വജാതികളിന്മേലും ആ ഭൂമിയിൽ മൃഗങ്ങളിന്മേലും സർവഭൂമിമേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇടജാതികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചിട്ട് വാഴുവാൻ മനുഷ്യന് സാധിക്കുന്നില്ല? അവന്റെ അധികാരം ആർക്ക് നഷ്ടപ്പെട്ടു? സാധാരണ കൊടുക്കപ്പെട്ടു. അവൻ ആരുടെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്? ദൈവത്തിന്റെ സ്വരൂപത്തിൽ. മനുഷ്യനപ്പോ എന്താണ്? ആത്മാവാണ്. മനുഷ്യൻ എന്താണ്? ആത്മാവാണ്. പ്രൈസ് ഗോഡ്. ആത്മാവാം ദൈവത്തെ ആത്മാവായിരിക്കുന്ന മനുഷ്യൻ ആത്മാവിൽ ആരാധിക്കണം. പ്രൈസ് ഗോഡ്. ആത്മാവാം ദൈവത്തെ ആത്മാവാം മനുഷ്യൻ ആത്മാവിൽ ആരാധിക്കണം. പ്രൈസ് ഗോഡ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവം യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത് കർത്താവ് ദൈവം ആത്മാവാകുന്നു, ആത്മാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. പ്രൈസ് ഗോഡ്. അപ്പം ഇവിടെ നാം വായിച്ച് മനസ്സിലാക്കി നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. അവിടെയാണ് വിതയ്ക്കപ്പെടുന്നത്. അപ്പൊ എവിടെയാണ് വിതയ്ക്കുന്നത്? നമ്മുടെ വയല്, ഹൃദയമാകുന്ന ആത്മാവാകുന്ന മനുഷ്യന്റെ വയലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിതയ്ക്കപ്പെടുന്നു. എന്താണ് വിതയ്ക്കപ്പെടുന്നത്? വിത്ത് വിതയ്ക്കപ്പെടുന്നു. അതെന്താണ് വിത്ത്? വചനമാകുന്ന വിത്ത് വിതയ്ക്കപ്പെടുന്നു. നമുക്കിന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന, ലോകത്തെ സകല മനുഷ്യൻ ആഗ്രഹിക്കുന്ന അത്ഭുതം. ദൈവങ്ങളെല്ലാം ഓടുന്നതിന് പറയാം അത്ഭുതത്തിന് പറയാം. എന്ന് പറഞ്ഞാല് അരി എവിടെ കിട്ടും അവിടെ ഓടും. തിന്നാൻ എവിടെ അവിടെ ഓടും. എന്നാൽ വിത്തിന്റെ പറയാൻ ആരും ഓടുന്നുണ്ട്. ഇന്നിപ്പോ കേരളത്തിലടി എന്നാൽ ആരും കൃഷി ചെയ്യാൻ വയ്യ അല്ലേ? ഭൂമിയൊക്കെ തരികാടി കിടക്കുക. ആർക്കും വിത്ത് വേണ്ട. എന്താ വേണ്ടി? ഫലം മാത്രം മതി. എന്താ വേണ്ടി? ഫലം മതി. വിത്താർക്കും വേണ്ട. എന്താ കൃഷി ചെയ്യാൻ? ഇതാ ഇവിടെ പ്രശ്നം കിടക്കുന്നത്. നമ്മൾ എന്ന് കൃഷി ചെയ്യാൻ തുടങ്ങുന്നോ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യാൻ തുടങ്ങി ഈ വർഷം. നല്ലപോലെ പാവല്, പടവലം, പിന്നെ പയറ്, വെണ്ടയ്ക്കൊക്കെ ഇഷ്ടം പോലെയല്ലേ ഇപ്പൊ കഴിക്കുന്നത്. സ്തോത്രം. വളരെ ആഗ്രഹം കൃഷി ചെയ്യാൻ തുടങ്ങിയത്. എനിക്കിപ്പോ കൃഷിയോട് ഭയങ്കര താല്പര്യം. ഇനി അടുത്ത വർഷം ഇച്ചിരി കൂടുതലാണ് സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എന്താ, കൃഷി ചെയ്തപ്പോഴാണ് അതിന്റെ ആ മാധുര്യം മനസ്സിലായത്. നമ്മുടെ ഹൃദയമാകുന്ന വയലില് ഈ വചനമാകുന്ന വിത്ത് ഇട്ട് മുളപ്പിച്ചിട്ട് അതിന്റെ ഫലം കൊയ്യുമ്പോ എത്ര മാധുര്യമായി. സ്തോത്രം. ഈ വചനമായി നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്ന ദൈവം, ഞാൻ എന്റെ അടിപ്പിണറാ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള ആ വിത്ത് എന്റെ ഹൃദയത്തിലോട്ട് വീണ് എനിക്ക് രോഗസൗഖ്യം കിട്ടുമ്പോ എനിക്ക് എത്ര സന്തോഷിപ്പാനുണ്ട്. എനിക്ക് എന്തെങ്കിലും പ്രയാസം പ്രതികൂലം വരുമ്പോ ഈ വചനമാകുന്ന വിത്ത് എന്റെ ഹൃദയമാകുന്ന
വയലിലിട്ട് ഞാൻ അതിനെ മുളപ്പിച്ചിട്ട് എന്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം, എല്ലായ്പ്പോഴും ഞാൻ എനിക്ക് ദൈവം തന്നിരിക്കുന്ന നന്മയ്ക്കായി സ്തോത്രം പറഞ്ഞുകൊണ്ട് ആ വിത്ത് മുളച്ചു വന്ന് ഫല കായ്ക്കുമ്പോ ആ ഫലം ഒരിക്കലും നിന്ന് പോകുന്ന ഫലമല്ല. സ്തോത്രം. ദൈവരാജ്യത്തിന്റെ മർമ്മമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വിത്താണ് നമുക്ക് വേണ്ടത്. മനുഷ്യൻ എന്തിനു വേണ്ടിയാ പോകേണ്ടി? ഇപ്പൊ വിത്തിന് വേണ്ടിയാണ് പോകേണ്ടത്. അടുത്തത് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 32-ാമത്തെ ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ സാധിച്ചിരിക്കുന്നു. എന്ത് രാജ്യം? ദൈവരാജ്യം. അപ്പം ദൈവരാജ്യം നമുക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു. അതെല്ലാവരും ചേർന്ന് പറഞ്ഞേ, ദൈവരാജ്യം എനിക്ക് തരുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ദൈവരാജ്യം എനിക്ക് തരാൻ പ്രസാദിച്ചിരിക്കുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൈവരാജ്യത്തില് അവിടെ എന്തെങ്കിലും രോഗമുണ്ടോ? ഇല്ല. ദൈവരാജ്യം പിതാവ് എനിക്ക് തന്നിരിക്കുന്നു, അവിടെ എന്തിനേലും കുറവുണ്ടോ? ദൈവരാജ്യം പിതാവ് എനിക്ക് തന്നിരിക്കുന്നു, അവിടെ എനിക്ക് കഷ്ടമുണ്ടോ? പിതാവ് ദൈവരാജ്യം എനിക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു, അതെനിക്ക് തന്നിരിക്കുന്നു, അവിടെ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ചൊല്ലി എനിക്ക് അറിയണം, എന്റെ മാതാവിനെ ചൊല്ലി എനിക്ക് അറിയണം, എനിക്ക് നാളത്തെ കാര്യത്തെ ചൊല്ലി അറിയണം, ഞാൻ എന്ത് കഴിക്കും നാളെ എന്ന് ഉദ്ദേശിച്ച് അറിയണം, എന്ത് ഉടുക്കും എന്ന് ഉദ്ദേശിച്ച് അറിയണം. പിതാവ് എനിക്ക് ദൈവരാജ്യം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു, അതെനിക്ക് അതിലേക്ക് കിടക്കാം. സ്തോത്രം. 17-ാം അധ്യായം എഴുതാറ് അതിന് 20-21 വാക്യം. ഇത് ഇവിടെയെന്നും അത് അവിടെയെന്നും പറയുകയുമില്ല, രാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. 20-ാമത്തെ വാക്യം. എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചു. ഇവിടെ ഇപ്പം ദൈവരാജ്യം ദൈവം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പരീശന്മാർ ചോദിക്കുകയാണ്, ദൈവരാജ്യം എപ്പോൾ വരും? ദൈവരാജ്യം എപ്പോൾ വരും? എല്ലാവർക്കും ഉള്ള ഞാനിപ്പോ പറയാണ് ദൈവരാജ്യം പിതാവ് തരാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ ദൈവരാജ്യം എപ്പോൾ വരും? മറ്റുള്ളവർക്കും ചോദിക്കാനുള്ള കാര്യമുണ്ട്, എന്താ ദൈവരാജ്യം എപ്പോഴാ വരുന്നത്? ഇതൊന്നും അറിയണ്ടേ? അപ്പൊ യേശു കർത്താവ് എന്താ പറയുന്നത്? ഒന്ന് വായിച്ചാൽ ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല, ദൈവരാജ്യം വരുന്നത് ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല വരുന്നത്. പിന്നെ എങ്ങനെയാ? ഇതാ ഇവിടെ ഉണ്ടെന്നും അതാ അവിടെ എന്നും ചിലർ പറയുന്നു ഇത് അവിടെ അത്ഭുതം നടക്കുന്നുണ്ട്, അവിടെ ചെന്നാൽ ആ മലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിങ്ങൾ നേർച്ച അയച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുമെന്നും മനുഷ്യന് പറയുന്നു. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. ആമേൻ. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ ഇടയിലിരിക്കുന്നുവെന്ന്, ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പൊ നമ്മളിലായിരിക്കുന്നു. നമ്മൾ ആദ്യം വായിച്ചു ഉൽപ്പത്തി പുസ്തകത്തിൽ എങ്ങനെ വായിച്ചത്? അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാകും. അപ്പം നമ്മൾ ആരുടെ സ്വരൂപത്തില? ദൈവത്തിന്റെ സ്വരൂപം. ദൈവത്തിന്റെ സ്വരൂപം എന്താണ്? ആത്മാവാം ദൈവം. മനുഷ്യൻ ആത്മാവാകുന്നു, അവനിലാണ് എന്തിരിക്കുന്നത്? ദൈവരാജ്യം. ഇനി നമ്മൾ അന്നേരം പരിജ്ഞാനമുള്ളവർ ചോദിക്കും, ദൈവരാജ്യം വരാൻ കിടക്കുന്നത് ഉള്ളൂ, അത് എപ്പോഴാണ് വരാൻ പോകുന്നത്? കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിലാണ് ദൈവം നമ്മോട് കൂടെ വസിക്കുകയും നമ്മൾ ദൈവത്തോടു കൂടി വസിക്കുന്നതും പുത്തനാം യെരൂശലേമിലെ കാര്യമല്ലയോ എന്ന് ചോദിക്കും. അത് ആക്ഷരികമായിട്ട് നമ്മൾ ഭരിക്കാൻ പോകുന്ന ഒരവസരം. പ്രൈസ് ഗോഡ്. അത് ദൈവത്തിന്റെ ആക്ഷരികമായിട്ടുള്ള ഒരു ലോകം, ആക്ഷരികമായിട്ട് ഇവിടെ ഭവിക്കാൻ പോകുന്നത്. ഇത് സ്പിരിച്വലായിട്ട് ഉള്ള കാര്യം. സ്തോത്രം. സ്പിരിച്വലായിട്ട് ഉള്ള കാര്യം. രണ്ട് കാര്യം, രണ്ടും ആശ്ചര്യമായിട്ട്. ഇനി ഞാൻ അതിന്റെ
ഒന്നുകൂടെ അതിന്റെ അർത്ഥത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. മതി. അടുത്ത് ഇവിടെ യേശുവിനോട് അവന്റെ ശിഷ്യന്മാർ പറയുന്നതാണ്, യോഹന്നാൻ അവന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോ യേശു കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പെന്തക്കോസ്തുകാരായിരിക്കണം, ദൈവമക്കളായിരിക്കണം, നാം ഈ പ്രാർത്ഥന എന്ത് ചെയ്യില്ല, പ്രാർത്ഥിക്കാറ് ഇല്ല. അതെന്താണെന്ന് അറിയാം, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാം എന്ന് നമ്മളെ പഠിപ്പിച്ചു. പിന്നെ ആ പ്രാർത്ഥിക്കാൻ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ ഒരു മെത്തേഡ് തന്നേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ. പറയുന്നത് ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാതെ ഈ പ്രാർത്ഥന? യേശുവിന്റെ നാമത്തിൽ അല്ലാത്തതുകൊണ്ട്. കുഞ്ഞിനെ അറിയാം എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ അറിയാം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നു, പ്രായമുള്ളവർക്ക് അതിൻ്റെതായ കട്ടി ആഹാരം കൊടുക്കുന്നു. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ആഹാരമാണ്. അതും ഒരർത്ഥത്തിലും ശരിയാ. യേശുവിന്റെ ശിഷ്യന്മാര് മുക്കുവരും വിദ്യ ഇല്ലാത്തവരും അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു. അവർക്ക് ഇത് ആവശ്യമായിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ നാം ഇപ്പം വന്നപ്പോൾ ഇതെല്ലാം കേട്ടും പഠിച്ചും പരിചയിച്ചും ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അനുകരണം ആവശ്യമില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞ് ദൈവത്തോട് പറയുക. ഇത് പല രീതിയിലും പല കാര്യത്തിലും ഇത് ഒത്തുവരും. പക്ഷേ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയതും എനിക്ക് മർമ്മമായിട്ട് ഞാൻ എന്നെ പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ പഠിപ്പിച്ചതുമായിട്ടുള്ള രീതി വെച്ചിട്ടും ഞാൻ അതിനെ പഠിച്ചു നോക്കിയപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലതായെന്ന് തോന്നുന്നു എങ്കിൽ എടുക്കാം. സ്തോത്രം. ഇത് തുടങ്ങുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നാമം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാ പ്രാർത്ഥിക്കാം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മളെ യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ നമ്മളോട് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 14:13 തോന്നുന്നു. 13-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നതിന് ഞാൻ ചെയ്ത് തരും. ഇവിടെ ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോ ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? അവൻ യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? സ്വർഗീയ പിതാവിന്റെ പിതാവിനോട് മാത്രമേ എന്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രന്റെ നാമ മഹത്വത്തിനായി ചെയ്തു തരും. നമ്മൾ ഇവിടെ ഇത് പ്രാർത്ഥിക്കുമ്പോ ആരുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഇതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള വിഷയമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയുടെ സകല പ്രാർത്ഥനയുടെയും അതിന്റെ രീതി അതാണ്. നമ്മൾ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ആ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഈ വണ്ണം പ്രാർത്ഥിപ്പിക്കും. പിതാവിനോട് അപേക്ഷിക്കണം, പിതാവിനോട് പറയണം. പിന്നെ നമ്മൾ എനിക്ക് നാട്ടുകാരുടെ മുഴുവൻ മുതൽ തരണമേ എന്നല്ല, എനിക്ക് ഇന്നത്തേക്കുള്ള ആഹാരം തരണമേ. നാളത്തേക്കുള്ള നമ്മുടെ ചുമതലയല്ല ചോദിക്കേണ്ടത്, ദൈവം ഇന്നത്തെ കാര്യമാണ് നോക്കുന്നത്. സ്തോത്രം. നമ്മൾ അത് ദൈവരാജ്യം പഠിക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പോഴേ സ്വർഗീയ പിതാവിനോട് പിതാവില്ലാതെ പുത്രനില്ല. അന്നേരം നമുക്ക് യേശുവിന്റെ നാമം അവിടെ പറയുന്നില്ല. അല്ല, അവിടെ അത് പഠിപ്പിക്കുന്നില്ല. അന്ന് സ്വർഗീയ പിതാവാണ്. അന്ന് യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അതിനു മുൻപ് പിതാവിനായിരുന്നു സർവ്വ അധികാരം. അതാണ് പറഞ്ഞത്. പഴയ നിയമ പ്രാർത്ഥനയായിരുന്നു. പഴയ നിയമ പ്രാർത്ഥനയാണ്. ഇനി ഞാൻ അതിന്റെ അർത്ഥത്തിലേക്ക് കിടക്കാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിച്ചോണം. ശ്രദ്ധിച്ച് നിങ്ങൾ തന്നെ തിരിച്ചു പറയാൻ പോകണം എന്താണ് ഈ പ്രാർത്ഥന, ഇത് എങ്ങനെയാ വരാൻ പോകുന്നത്. ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. അപ്പൊ പിതാവിന്റെ ഇഷ്ടം എന്തുവായിരുന്നു?
സ്വർഗത്തിലെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന്. അപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു ഈ ലോകം സൃഷ്ടിച്ചത്? ദൈവത്തിന് മനുഷ്യരോടുകൂടി സഹവസിക്കുവാൻ. വസിക്കുവാൻ. വസിക്കുവാൻ. ആദാമിനോട് ഹവ്വായോടും കൂടെ ദൈവം എങ്ങനെയാണ് സഹവസിച്ചത്? ദൈവത്തിന്റെ എല്ലാ ഈവനിങ്ങിലും എല്ലാ വൈകുന്നേരവും ദൈവം ആദാമിനോട് ഹവ്വായോടും കൂടെ നടന്നു. അപ്പൊ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? അവന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ സ്വർഗത്തിൽ എങ്ങനെയായിരിക്കുന്നു അതുപോലെ ഭൂമിയിലും. അപ്പൊ സ്വർഗത്തിൽ എങ്ങനെയായിരിക്കുന്നു? സ്വർഗത്തിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാം. അവിടെ എന്തെങ്കിലും രോഗമോ ദുഃഖമോ പ്രയാസമോ പ്രതികൂലമോ സങ്കടമോ കരച്ചിലോ മുറവിളിയോ വല്ലതും ഉണ്ടോ? എന്താണ് സന്തോഷം, സമാധാനം, സംതൃപ്തി? അവിടെ ഭവനത്തിൽ സ്വർഗരാജ്യത്തില് നമ്മൾ ഇത് നോക്കിയ സ്വർഗരാജ്യത്തില് വീടിന്റെ ആവശ്യമില്ല. എന്താ ആദാമിന്റെ ഹവ്വായ്ക്കും വീടുണ്ടായിരുന്നു. നമ്മളിപ്പോ താർക്കുന്ന മാതിരി തോട്ടത്തിലാക്കി അവർക്കൊരു വീടിന്റെ കാര്യമില്ല. കാരണം അവിടെ വന്യമൃഗങ്ങളെന്ന് പറഞ്ഞാൽ അവരോട് കൂടെ വസിക്കുന്നതാ. ആരും മൃഗത്തിൽ തിന്നുന്നവരല്ലായിരുന്നു. പക്ഷെങ്കിൽ ആദാം കൂടാരം അടിച്ചു മാറ്റി മാറ്റി പോയി. ആദാമല്ല, അബ്രഹാം. സോറി. ആദാം നിഷ്കർഷമ യുഗമായിരുന്നു. അന്ന് അവർക്ക് ആർക്കും സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ തന്നെ. എന്നിട്ട് കർത്താവ് പറഞ്ഞേക്കുന്നല്ലോ, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു, വീടൊരുക്കാൻ പോകുന്നു. അത് നമുക്ക് വേറെ പിതാവിന്റെ ഭവനത്തിൽ അഴിഞ്ഞു പോകുന്ന ഭവനമാണ് നമ്മൾ വസിക്കുന്നത്. അല്ല, സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. തേസിലിരുന്നവരാ. നമ്മുടെ പ്രതിഫലമായിട്ട് നമുക്ക് തരുന്നതായ റിവാർഡാണ് ഭവനം. ഇവിടെ നമ്മൾ കാണണം സ്വർഗരാജ്യം. ഇവിടെ പറയുന്ന നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. പിന്നെ നീ അതിന് മേളത്തെ വാക്യം നിന്റെ രാജ്യം വരണം. നിന്റെ രാജ്യം എന്ത് ചെയ്യണം? വരണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ആരോട് പറഞ്ഞത്? ശിഷ്യന്മാരോട് പറഞ്ഞത്. നമ്മളിപ്പം എന്തുകൊണ്ട് ദൈവരാജ്യം നിന്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല? ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട്. ദൈവരാജ്യം എവിടെ ഇരിക്കുന്നു? അപ്പൊ ഇനി രാജ്യം വരണം നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? അതുകൊണ്ട് ദൈവരാജ്യം നമ്മളിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മള് ഇനി അത് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇല്ല. അതൊന്നും വന്നായിരുന്നു അല്ല. ദൈവം എന്നാണ് ഈ രാജ്യം നമ്മളിലേക്ക് അയച്ചത്. രക്ഷിക്കപ്പെട്ടതായ സമയം അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് ആത്മാവ് വന്നപ്പോ എന്ത് വന്നു? എടുക്കണ്ട, നമുക്ക് അറിയാവുന്ന കാര്യം. ആത്മാവ് വന്നപ്പോ എന്ത് വന്നു? പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം ഉണ്ടായി. അങ്ങനെ അവരിയ്ക്കുന്ന മുഴുവനും അഗ്നിജ്വാല പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവർ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവിടെ മുതൽ എന്താ ഇനി ദൈവരാജ്യം നമ്മളിൽ വന്നു കഴിഞ്ഞു. പഴയ നിയമ കാലത്ത് ഒരാളുടെ മേൽ ആത്മാവ് വന്നാൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. നമ്മുടെ ആവശ്യം എന്തെന്ന് ആരറിയുന്നു? നമ്മുടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് മൂവരും നമ്മളിൽ വസിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിനകത്ത് പ്രത്യേകമായി പഠിക്കുന്നത് നമ്മൾ എങ്ങനെയാണ്? ആരൊക്കെ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയോ അവനെ ലഭിക്കാൻ കഴിയുകയില്ല. ഞാൻ നിങ്ങളോട് കൂടെ വസിക്കും. ഞാൻ നിങ്ങളോട് കൂടെ ആദ്യം പറഞ്ഞു ആര് വസിക്കും? ആരെ നിങ്ങൾക്ക് തരും? ആത്മാവിനെ തരും. പിന്നെ പറഞ്ഞു പിന്നെ ആര് വസിക്കും? ഞാൻ നിങ്ങളോട് കൂടെ വസിക്കും. പിന്നെ നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യും. പിന്നെ അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എന്റെ പിതാവിലും. ശ്രദ്ധിച്ചാണ്, ഞാൻ എന്റെ പിതാവ്. ഇത് വളരെ ശ്രദ്ധിച്ചാണ്. അച്ഛൻ വായിച്ചാണ്. എന്റെ മുഖത്തേക്ക് നോക്കുക. ഞാൻ എന്റെ പിതാവിലും പിന്നെ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ഇന്ന് നിങ്ങൾ അന്ന് അറിയും എന്ന് നിങ്ങൾ അന്ന് അറിയും എന്ന് നിങ്ങൾ അന്നറിയും.
അപ്പൊ ആരൊക്കെയാണ് നമ്മൾ വസിക്കുന്നത്? പിതാവ്. ഒന്നിനു വായിച്ച ഞാൻ നിങ്ങളിലും യേശു ഞാൻ ജീവിക്കുന്നത് നിങ്ങൾ ജീവിക്കാത്ത ഞാൻ എന്റെ പിതാവിലും യേശു കർത്താവ് പിതാവില്, നിങ്ങൾ എന്നിലും, നിങ്ങൾ എന്നില്, ഞാൻ നിങ്ങളിലും, ഞാൻ നിങ്ങളില് എന്ന് നിങ്ങൾ അന്നറിയും. എന്ന് നിങ്ങൾ അന്നറിയും. അപ്പൊ നമ്മൾ ആരൊക്കെയുണ്ട്? യേശു പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ധർമാവും അവനാരാ? രാജാതി കർത്താതി. കർത്താവ്. കിങ്ഡം ഉള്ളിടത്ത് ആരുണ്ട്? കിങ്. രാജാവ് ഉള്ളിടത്ത് രാജാവ് ഉള്ളിടത്ത് എന്തുണ്ട്? രാജ്യമുണ്ട്. രാജാവ് ഉള്ളിടത്ത് രാജ്യമുണ്ട്. രാജ്യമില്ലാതെ രാജാവില്ലല്ലോ. അപ്പൊ സ്വർഗരാജ്യം എവിടെ ഇരിക്കുന്നു? എങ്ങനെയിരിക്കുന്നു? അച്ഛൻ മനസ്സിലാകുന്നുണ്ട്. അപ്പം ദൈവരാജ്യം എവിടെ ഇരിക്കുന്നു? നമ്മളിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇരിക്കുന്ന രാജാവ് ആരാണ്? യേശു. അവന്റെ രാജ്യത്തെ നമ്മൾ കാണിരിക്കുന്നത്. അപ്പൊ സ്വർഗരാജ്യം വരേണമേ എന്ന് പറയുമ്പോൾ സ്വർഗരാജ്യം ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് ആരിൽ ഇരിക്കുന്നു? നമ്മളിൽ. 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളൊന്ന് വായിച്ചു. 2 പത്രോസ് 1, 2, 3 വാക്യം. 2 പത്രോസ് 1-ന്റെ 1, 2, 3 വാക്യം. യേശുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ലഭിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി, ജീവനും ഭക്തിയും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇതിന്റെ ഈ വചനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായ മർമ്മങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടാൻ പോവുകയാണ്. ഇത് വെളിപ്പെട്ട് കഴിയുമ്പോൾ നമ്മള് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇവിടുന്ന് ഞാൻ തിരിച്ചങ്ങോട്ടങ്ങ് പോകും. അപ്പോൾ പോകുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ മനസ്സിലായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ശ്രദ്ധിച്ചാണ് ഞാൻ ഇനി വീണ്ടും വായിക്കാൻ വേണം. യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്